हाँ पता है, मेरा बेटी भी उधर है ना, शादी हुआ उधर में किधर केरला में। സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. റോഡരികിൽ എന്തൊക്കെയോ സസ്യങ്ങൾ ശേഖരിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള മനുഷ്യരെ കാണാൻ പറ്റും. ഇവരുടെ കൂടയിൽ വിറകോ അല്ലെങ്കിൽ പച്ചക്കറിയോ ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ അടുത്ത് കണ്ടപ്പോഴാണ് ഇലകളും വള്ളികളുമാണെന്ന് മനസ്സിലായത്. ഇവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഇതൊക്കെ. ഇവിടെ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ തകൃതിയായി നടക്കുന്നുണ്ട്. 1-2 വർഷം കൊണ്ട് ഇതൊക്കെ നല്ലൊരു ഹൈവേ ആയിട്ട് മാറാൻ സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി മിസോറാമിലും മണിപ്പൂരിലും റോഡുകളെല്ലാം മാറുന്നത്, അതായത് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിലേക്ക് എൻ്റർ ചെയ്യാണ്. ഈ വാട്ടർ ടാങ്ക് ഗ്രാമങ്ങളുടെ ഒരു അടയാളമാണെന്ന് തോന്നുന്നു. മിസോറാം മുതൽ ഇത് കാണുന്നുണ്ട്. സഹയാത്രികർ ഈ ഗ്രാമത്തിൻ്റെ പേരെനിക്ക് പറഞ്ഞു തന്നിരുന്നു, പക്ഷേ എനിക്കത് എൻ്റെ നാവിനത് വഴങ്ങിയില്ല. ലിയാനി കുനോ എന്നോ മറ്റാണ് ആ പേര് പറഞ്ഞത്. നോർത്ത് ഈസ്റ്റിലെ പേരുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക യോധയിലെ അപ്പൂക്കുട്ടൻ നേപ്പാളിലെത്തിയതാണ്. മണിപ്പൂരിലെ സേനാപതി ജില്ലയുടെ ഭാഗമാണ് ഈ ഗ്രാമങ്ങളൊക്കെ. ഇത് മറ്റൊരു ഗ്രാമമാണ്. തുങ്ജോയ് എന്നാണ് സഹയാത്രികർ പേര് പറഞ്ഞത്. ഒരു ഓട്ടോറിക്ഷയും മിഷൻ്റെ ടോയ്ലറ്റും കാണുന്നുണ്ട്. ഓട്ടോറിക്ഷ കാണുന്നു എന്ന് വെച്ചാൽ നമ്മൾ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ റോഡുകൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇവിടെയുള്ള റോഡുകൾ ഓട്ടോറിക്ഷയ്ക്ക് സാധ്യമാകുന്ന ഒന്നല്ല. താഴെയൊക്കെ കൃഷിഭൂമികളാണ്. ഇതൊരു പൗമോയ് നാഗൾ ഏരിയയാണ്. ഈ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ ഒരു അരുവിയുണ്ട്. സെരി എന്ന് വിളിക്കുന്ന ഈ അരുവിയാണ് നാഗാലാൻഡ് മണിപ്പൂർ അതിർത്തി. അതിനപ്പുറം നാഗാലാൻഡ് ഗ്രാമമായ ഗനസൊപ്പോ എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. ഈ 2 ഗ്രാമങ്ങൾ തമ്മിൽ നിരന്തരമായ സംഘർഷങ്ങൾ നടക്കാറുണ്ടെന്നാണ് സഹയാത്രികർ പറയുന്നത്. അതിൽ മണിപ്പൂർ പോലീസും നാഗാലാൻഡ് പോലീസും ചെക്ക് പോയിന്റുകൾ എത്തിക്കുന്നതുവരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ക്യാബേജ്, ഉരുളക്കിഴങ്ങ് പോലുള്ള പച്ചക്കറികൾ ഈ ഗ്രാമങ്ങളിലെല്ലാം വൻതോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഫലഭൂഷ്ടമായ ഈ മണ്ണ് തന്നെയായിരിക്കും ഈ ഗ്രാമങ്ങൾ തർക്കത്തിൽ ഏർപ്പെടാനുള്ള കാരണം കൂടി. നൂറ്റാണ്ടുകളായി ഈ മണ്ണിന് വേണ്ടിയാണ് ഗോത്രങ്ങൾ തമ്മിൽ പോരടിച്ചിരിക്കുന്നത്. ഗോത്രത്തലമാർ നടത്തിവന്ന പോരാട്ടങ്ങൾ 2022 ഓരോ സംസ്ഥാനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് കാണാനുള്ളത്. പൗമോയി ക്രിസ്ത്യൻ നാഗകളുടെ അധിവാസ മേഖല ആയിട്ട് പോലും ഇവിടെ ഒന്നും ഒരു ചർച്ച ഞാൻ കണ്ടിരുന്നില്ല. ചിലപ്പോൾ അടുത്ത ഗ്രാമത്തിലായിരിക്കും ഇനി ചർച്ച ഉണ്ടാവുന്നത്. Get Solving in the Cloud with the Google Cloud free program. As a new user, you'll get $300 in free credits for the first 90 days with no automatic charge. വീണ്ടും മറ്റൊരു ഗ്രാമത്തിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. നമ്മൾ നേരെ മുമ്പിൽ കാണുന്നത് ഒരു മെമ്മോറിയൽ സ്റ്റോണാണ്. മെഗാലിത്തുകൾ എങ്ങനെയാണ് മെമ്മോറിയൽ സ്റ്റോണായി മാറി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ഗോത്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ മെഗാലിത്തുകൾ പിടിപ്പിക്കുന്നത്. അതിനുശേഷം അത് മെമ്മോറിയൽ സ്റ്റോണായിട്ട് മാറിയതാണ്. ഇത് അടുത്ത ഗ്രാമമാണ്. ചർച്ചുമായി ബന്ധപ്പെട്ട ഫ്ലക്സുകളൊക്കെ റോഡരിയിൽ കാണുന്നുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ കോൺക്രീറ്റ് നിർമ്മിതമാണ്, അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ കോൺക്രീറ്റ് നിർമ്മിതമാണ്. മറ്റു ഗ്രാമങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തിക മുന്നേക്കം നിൽക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു. ഈ കെട്ടിടത്തിലും ശുചിത്വ മിഷൻ്റെ ബോർഡ് കാണുന്നുണ്ട്. മണിപ്പൂർ മുതൽ ഈ ബോർഡ് ധാരാളം ഞാൻ കണ്ടിരുന്നു.
ഇന്ത്യക്കാരെ പോലും പരിഗണിക്കാത്ത മനുഷ്യർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിക്കൊണ്ടാണ് BJP ഈ ഭാഗങ്ങളിൽ രാഷ്ട്രീയമായി മുന്നേറുന്നത്. BJP ആശയങ്ങൾ കണ്ണും പൂട്ടി നോർത്ത് ഈസ്റ്റുകാർക്ക് തള്ളിക്കളയേണ്ടതായിരുന്നു. കാരണം അവരുടെ ഐഡിയോളജിക്കലി നോർത്ത് ഈസ്റ്റുമായിട്ട് ഒരിക്കലും ഒത്തുപോകില്ല. പക്ഷേ യാത്ര ചെയ്യാൻ റോഡുകളടക്കം നൽകുന്ന NDA അവരെങ്ങനെയാണ് വേണ്ടെന്ന് വെക്കുക? കക്കൂസ് വികസനമാകുന്നത് കക്കൂസ് ഇല്ലാത്തതുകൊണ്ടല്ലേ? രാഷ്ട്രീയ സാക്ഷരത ഇല്ലാത്തതുകൊണ്ടല്ല അവർ BJPയെ രാഷ്ട്രീയമായിട്ട് വിജയിപ്പിക്കുന്നത്. അവർക്ക് വികസനങ്ങൾ ലഭിക്കുന്നുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. കൊഹിമയിലേക്ക് ഇനി അധികം ദൂരം ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഗ്രാമങ്ങൾ തമ്മിലുള്ള ദൂരം വളരെ കുറഞ്ഞു വരുന്നുണ്ട്. മാത്രമല്ല ഗ്രാമങ്ങളുടെ ഒരു രീതിയും കുറച്ചും കൂടെ പരിഷ്കൃതമായ ഗ്രാമങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. പരിഷ്കൃതം എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ കുറച്ചും കൂടെ ആധുനിക സൗകര്യങ്ങളുള്ളൊരു ഗ്രാമങ്ങളിലൊക്കെ എത്തുന്നുണ്ട്. നമ്മൾ മാവോഗേറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാവോഗേറ്റ് എന്ന് പറയുന്നത് നാഗാലാൻഡിൻ്റെയും മണിപ്പൂരിൻ്റെയും അതിർത്തിയാണ്. ഇവിടെ ചെക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എൻ്റെ കയ്യിൽ പെർമിറ്റൊന്നുമില്ല, പക്ഷേ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ പ്രമാണിച്ച് ഇപ്പോൾ പെർമിറ്റിൻ്റെ ആവശ്യം ഇല്ല. ഇവിടെ നിന്ന് ഇടത്ത് തിരിഞ്ഞു പോകുന്നതാണ് ജസാമിയിലേക്ക്, വലത്തേക്ക് കോഹിമിലേക്കും. ജസാമിലേക്ക് ശരിക്കും ഇന്നലെ എനിക്ക് ബസ് കിട്ടിയിരുന്നെങ്കിൽ ജസാമി പോയിട്ട് ഇതുവഴിയായിരുന്നു വരേണ്ടിയിരുന്നത്. ഇവിടുന്ന് മാവോഗേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇനി യാത്ര തുടരുക. മാവോഗേറ്റിൽ ചെക്കിംഗ് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഞാനൊരു ഔട്ട് പോസ്റ്റ് പോലും അവിടെ കണ്ടതില്ല. നോർത്ത് ഈസ്റ്റ് സമ്പൂർണ്ണമായ ശാന്തതയിലേക്ക് തിരിച്ചു വരികയാണെന്ന് തോന്നുന്നു. മണിപ്പൂരിൽ മാത്രമല്ല ഈ റൂട്ടിൽ ഒരിടത്ത് പോലും പോലീസിൽ ഔട്ട് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നില്ല. സാധാരണഗതിയിൽ അത്ര ഈസിയായി ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഇത് വിശ്രാമ ഗ്രാമമാണ്, അങ്കാമി നാഗകളുടെ അധിവാസ മേഖല. ഹോൺബിൽ ഫെസ്റ്റിൻ്റെ ഭാഗമായി ധാരാളം ഹോം സ്റ്റേകൾ ഈ ഗ്രാമത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് ജക്കാമ ഗ്രാമം. ഇവിടെ നിന്നും 5-6 കിലോമീറ്റർ ദൂരെയായിരിക്കും ഫെസ്റ്റിവൽ ഗ്രൗണ്ട് ഉണ്ടാകുന്നത്. രണ്ടാം ലോകമായ സമയത്ത് ജപ്പാൻ്റെ സൈനികർക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിരുന്നതും അവർ തമ്പടിച്ചിരുന്നതും ഈ ഗ്രാമത്തിലാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു കൺഫ്യൂഷനിലാണ്. എൻ്റെ സുഹൃത്ത് ആനന്ദ് കോഹിമിൽ വെച്ചൊരു ഈ യാത്രയിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനൊരിച്ചിരി നേരത്തെ എത്തി. ഇനി 2-3 ദിവസം കഴിഞ്ഞ് മാത്രമേ അവൻ കോഹിമിലേക്ക് എത്തൂ, അല്ലെങ്കിൽ ദീമാപൂർ എത്തൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനിയും 2-3 ദിവസങ്ങൾ കയ്യിലുണ്ട്, 3-4 ദിവസമുണ്ട്. അത് എനിക്ക് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്ന തെറ്റായിരുന്നു. ഇനിയിപ്പോൾ ആ 3-4 ദിവസം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും കൂടെ ആലോചിക്കണം. ഒന്നെങ്കിൽ 2-3 ദിവസം കൂടി കോഹിമയിൽ തന്നെ വെറുതെ സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നീങ്ങണം. എങ്ങോട്ടെങ്കിലും എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ദീമാപൂർ പോകണം, ഇല്ലെങ്കിൽ നാഗാലാൻഡിൻ്റെ മറ്റ് ഗ്രാമപ്രദേശങ്ങൾക്ക് പോകണം. Get something in the cloud with the Google Cloud free program. As a new user, you'll get $300 in free credits for the first 90 days with no automatic charges. And you can use കോഹിമ നഗരത്തിൻ്റെ തിരക്കിലേക്കാണ് ടാക്സി എത്തിയിരിക്കുന്നത്. എവിടെയെങ്കിലും ഇറങ്ങണം, അതാണ് ഇപ്പോൾ എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഇറങ്ങണം. for free. സാധാരണ ഞാൻ ഈ ഭാഗങ്ങളിലൊക്കെ ബൈക്കിലാണ് വരാറുള്ളത്. ഇങ്ങനെ ബാക്ക് പാക്കായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. ഒന്നാമത്തെയോ രണ്ടാമത്തെ തവണയാണ്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഒത്തിരി വർഷങ്ങളായി ഞാനിങ്ങനെ ബാക്ക് പാക്കായിട്ട് ഇറങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് യാത്ര ചെയ്യുന്നതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. നമുക്കിതുപോലെ സ്റ്റേ കണ്ടുപിടിക്കാൻ, മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാനൊക്കെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്.
ഈ ടാക്സിയിലെ ഞാനും ഒരു യാത്രക്കാരി മാത്രമാണ് കൊഹിമയിലേക്കുള്ളത്. ബാക്കി എല്ലാവരും ദീമാപൂരിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു അബദ്ധം പറ്റി. അവർക്ക് ഇറങ്ങേണ്ട ഭാഗത്തേക്കാണ് ടാക്സി പോയിക്കൊണ്ടിരിക്കുന്നത്. But they have taxi stand somewhere in Milan. Okay, okay. Yeah, you go downside. Okay. This is a city center. This is a city center. हाँ, मेरा बेटी भी उधर है ना, साथी हुआ उधर में, किधर? केरला में। എനിക്ക് സിറ്റി സെൻറ്റർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ഒരു ടാക്സിയാണ്, ഒരു ഷെയർ ടാക്സിയാണ് കിട്ടിയത്. ഒരു ചെറിയ ടാക്സി. ആ ടാക്സി ഓടിക്കുന്ന ആളുടെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് മലപ്പുറം ഭാഗത്തേക്ക് എവിടെയാണ്. ഒരു സമയത്ത് വരെ മലയാളികളുടെ വല്ലാത്തൊരു മൈഗ്രേഷൻ നാഗാലാൻഡിലേക്കുണ്ടായിരുന്നു. ടീച്ചേഴ്സായിട്ടും അല്ലെങ്കിൽ ചർച്ചിലെ പ്രീസ്റ്റായിട്ടൊക്കെ ആയിട്ട് ഒരുപാട് മലയാളികൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. നാഗാലാൻഡ് കോഹിമ ഭാഗങ്ങളിലുണ്ടായിരുന്നു. അതുകൂടാതെ ഹോട്ടലുകൾ, ചായക്കടകൾ, ബേക്കറികൾ ഇതെല്ലാം മലയാളികളിവിടെ നടത്തിയിട്ടുണ്ട്.